ഹായ് മക്കളെ, നമസ്കാരം. ഫാൽക്കണസ് PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിമിനറി എക്സാമിന്റെ സ്റ്റേജ് 3 20 മാത്സ് ആൻഡ് മെന്റലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അതിനകത്തൊരു 3-4 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ബാക്കിയുള്ള ഒരു 10, 15, 16 ക്വസ്റ്റ്യൻസോളം വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാമായിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, തുടർച്ചയായ രണ്ട് പോസിറ്റീവ് പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലം 132 ആണ്. വലിയതിനെ മാത്രം 3 കൊണ്ട് കൂട്ടിയാൽ പുതിയ ഉൽപ്പന്നം ഡാഷ് ആകും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ കാര്യമൊന്നുമില്ല, ഇങ്ങനെയാണ്. തുടർച്ചയായിട്ടുള്ള രണ്ട് പോസിറ്റീവ് പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള രണ്ട് എണ്ണൽ സംഖ്യയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. മനസ്സിലായല്ലോ? തുടർച്ചയായിട്ടുള്ള രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 132 ആണ്. ഓക്കെ ആണല്ലോ? അതിൽ ചെറിയ സംഖ്യയോടുകൂടെ 3 കൂട്ടിയിട്ട് അതിനെ ഗുണിച്ചപ്പോൾ കിട്ടിയ പുതിയ ഗുണനഫലം എത്രയാണെന്നാണ് ചോദിച്ചത്. ഉൽപ്പന്നം മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ്. ഓക്കെ, ഗുണനഫലം അതാണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിയേ, അപ്പൊ രണ്ട് തുടർച്ചയായിട്ടുള്ള രണ്ട് പോസിറ്റീവ് പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലം. അപ്പൊ തുടർച്ചയായിട്ടുള്ള രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 132 ആണ്. അതിൽ ചെറിയ സംഖ്യയോട് കൂടി 3 കൂട്ടിയിട്ട് പിന്നീട് ആ ബാക്കി വലിയ സംഖ്യ തമ്മിൽ ഗുണിച്ചപ്പോൾ കിട്ടുന്ന ഗുണനഫലം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? നമുക്ക് രണ്ട് ട്രിക്ക് ഉണ്ട്. ഒന്നാമത്തെ സംഖ്യ എണ്ണൽ സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കുക. ചെയ്യണ്ട. ഓക്കെ, എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ അടുത്ത എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ അതിനെക്കാട്ടി ഒന്നുകൂടെ കൂടുതല, x+1 എന്ന് പറയും. ഓക്കെ ആണല്ലേ? ഞാൻ ചെയ്യണ്ട. ഓക്കെ, ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നതാണ് എത്ര? 132 എന്ന് പറയുന്നത്. 132. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? x² + x എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, അതിനെക്കാട്ടി ഇച്ചിരും കൂടെ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗം എന്ന് പറയുന്നത്, ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ ക്വാഡ്രാറ്റിക് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ മാർഗം, നമുക്ക് ഈ കിട്ടുന്ന ഗുണനഫലം ഇപ്പൊ എണ്ണൽ സംഖ്യക്ക് മാത്രമേ ഈ പരിപാടി നടക്കത്തുള്ളൂ കേട്ടല്ലോ. ഓക്കെ ആണല്ലോ? ഓക്കെ, തുടർച്ചയായിട്ടുള്ള രണ്ട് എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ ആ കേസിനകത്താണ് 132-ന് തൊട്ട് മുന്നേ വരുന്ന പൂർണ്ണവർഗം എത്രയാണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ. ഇപ്പൊ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, അങ്ങനെ ചെയ്യത്തില്ലയോ? അങ്ങനെ 132-ന് തൊട്ട് മുന്നേ വരുന്നത് എത്ര? 121 ആണ്. 121 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയറാ? 121 എന്ന് പറയുന്നത് 11ന്റെ സ്ക്വയറാ. തൊട്ട് മുമ്പേ വരുന്ന പൂർണ്ണവർഗം എടുക്കണം. പൂർണ്ണവർഗത്തിന്റെ റൂട്ട് എടുക്കണം. റൂട്ട് അപ്പൊ 121ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 11 എന്ന് കിട്ടും. ഈ 11 എന്ന് പറയുന്നതായിരിക്കും ചെറിയ സംഖ്യ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ചെറിയ സംഖ്യ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ രണ്ട് സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ഗുണിച്ച് കിട്ടുന്നത്, തുടർച്ചയായിട്ടുള്ള രണ്ട് എണ്ണൽ സംഖ്യയാണ്, ഏതാണോ ഗുണിച്ച് കിട്ടുന്നത് ആ ഗുണനഫലത്തിന് തൊട്ട് മുമ്പുള്ള പൂർണ്ണവർഗം എന്ന് വെച്ചാൽ 132-ന് തൊട്ട് മുമ്പുള്ള പൂർണ്ണവർഗം 121, കഴിഞ്ഞ് വരുന്നത് 144 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ 121 എടുത്തു. ആ 121ന്റെ സ്ക്വയർ റൂട്ട് എടുത്തു 11. ഇതായിരിക്കും നമ്മളുടെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 11 ആയിരിക്കും. അപ്പൊ വലിയ സംഖ്യ എത്ര ആയിരിക്കും? 12 ആയിരിക്കും. അടുത്തടുത്തുള്ള രണ്ട് എണ്ണൽ സംഖ്യകളല്ലയോ? അപ്പൊ എന്താ 11 × 12 എത്ര? നമുക്ക് എത്ര കിട്ടും? 132 എന്ന് കിട്ടും. അവർ പറഞ്ഞ ഗുണനഫലം 132 കിട്ടുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇതല്ല. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത്? ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഈ സംഖ്യയുടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ ഏറ്റവും ചെറിയ സംഖ്യയുടെ കൂടെ 3 കൂട്ടിയതിനു ശേഷം, മനസ്സിലായല്ലോ? ഏറ്റവും അല്ല, വലുതിനെ മാത്രം, ചെറുതല്ല വലുത്, വലുതിനെ മാത്രം 3 കൂട്ടിയതിനു ശേഷം. ഓക്കെ, വലുതിനെ മാത്രം, ചെറുതല്ല വലുതാ. ഓക്കെ, വലുതിനെ മാത്രം 3 കൂട്ടുന്നു. വലുതിനോട് മാത്രം 3 കൂട്ടുന്നു വെച്ചാൽ വലിയ സംഖ്യ 12 ആണല്ലോ. 12ന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യും? ഒരു 3 കൂടെ ഒന്ന് കൂട്ടും. 12-നോട് 3 കൂടെ കൂടുമ്പോൾ 15. ഇനി മറ്റേ സംഖ്യ എത്ര? 11. 11 × 15. 11 15 കൂടെ ഞാൻ ഗുണിക്കുക. 11 15 കൂടെ ഗുണിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഗുണനഫലം എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്? 165 എന്ന് കിട്ടും. കാര്യം എന്താ? 11 × 15 × 10 150. അപ്പൊ 11 ആകുമ്പോൾ 165 കിട്ടും. ഇവർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പ്രകാരം ആൻസർ എ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സെറ്റ് ആണോ? ഓക്കെ ആണല്ലോ? ഈ രീതി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. ക്ലിയർ ആണേ? ഓക്കെ, നമുക്ക് ഇനി നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം 5:4 ആണ്. 18 ആൺകുട്ടികൾ കൂടി ക്ലാസ്സിലേക്ക് ചേർന്നാൽ അനുപാതം എന്ന് പറയുന്നത് 7:4 ആയി മാറും. പെൺകുട്ടികളുടെ എണ്ണം എത്ര? നമുക്കിത് പല രീതിയിൽ ചെയ്യാം. പല രീതിയിൽ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്ന ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം. അപ്പോൾ ബോയ്സിന്റെ പേരാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ബോയ്സ് ഈസ് ടു ഗേൾസ് എന്ന് പറയുന്നതാണ് എത്ര എന്ന് പറയുന്നത്?
5:4 എന്ന് പറയുന്നത്. എത്രയാണ്? 5:4. ബോയ്സ് ഈസ്റ്റ് ഗേൾസ് എന്ന് പറയുന്നതാണ് 5:4 എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, ആൺകുട്ടികളും പെണ്ണുങ്ങളും. അപ്പൊ ബോയ്സിന് നമുക്ക് എന്തെടുക്കാം? 5x എന്ന് എടുക്കാം. ബോയ്സിന്റെ എണ്ണത്തിൽ ഞാൻ അങ്ങ് 5x എന്ന് എടുക്കുക. 5x എന്നും അതേപോലെ ഗേൾസിന്റെ എണ്ണം ഞാൻ 6x എന്നും കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് 6x അല്ല 4x എന്ന് എടുക്കുക. സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബോയ്സിന്റെ എണ്ണം 5x ആണ്. ഓക്കെ, 5x ബോയ്സ്. ഓക്കെ, അതിലേക്ക് എത്ര? 18 ആൺകുട്ടികൾ കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര? ബോയ്സ് എത്ര പേര് വരുന്നു? 18 പേര് കൂടെ വരുന്നു. അപ്പൊ എന്താ? അതിന്റെ കൂടെ ഞാനിത് ഒരു 18 കൂടെ കൂട്ടി. 18 ആൺകുട്ടികളും കൂടെ വന്നു. ഈസ് ടു ഗേൾസ് എന്ന് പറയുന്ന ഒരാൾ പോലും വരുന്നില്ല. ഗേൾസിന്റെ എണ്ണം 4x തന്നെ. ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ? ആ 5x ആൺകുട്ടികളുണ്ട്, അതിലേക്ക് ഒരു 18 ആൺകുട്ടികൾ വരുന്നു. ഗേൾസ് ആരും വരുന്നില്ല. ഗേൾസ് 4x തന്നെ. അങ്ങനെ വരുമ്പോൾ ശതമാനം എന്താ ശരാശരി റേഷ്യോ അംശം എന്താ എത്രയായി മാറും എന്ന് പറഞ്ഞത്? 7:4 ആയി മാറും. എത്ര വരും? 7:4. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത്? ഇനി ഇവിടെ ചെയ്യുന്നത് ഈ ആദ്യമുള്ള നമ്പരും അവസാനമുള്ള നമ്പരോട് ഗുണിച്ച് ആദ്യത്തതും അവസാനത്തോടെ ഗുണിച്ച് സമത്തിനിപ്പുറത്തും രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച് സമത്തിൽ. അപ്പൊ ഈ 5x-ഉം 18-ഉം ആണ് ആദ്യം കിടക്കുക. ഈ 5x പ്ലസ് 18-ഉം അവസാനം കിടക്കുന്ന 4 ഗുണിച്ച് സമത്തിനിപ്പുറത്തും 4x-ഉം 7 ഗുണിച്ച് സമത്തിനപ്പുറത്തും എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം 4 × 5x പ്ലസ് 18 4 × 5x പ്ലസ് 18 ഈക്വൽ ടു 7 × 4x എന്ന് എഴുതാം. 7 × 4x. അപ്പൊ എന്താ? 5x പ്ലസ് 18 ഈ 5x പ്ലസ് 18 അവസാനത്തെ 4 ഗുണിച്ച് സമത്തിനിപ്പുറത്തും അതേപോലെ തന്നെ രണ്ടാമത്തെ 4x-ഉം 7 ഗുണിച്ച് സമത്തിനപ്പുറത്തും എഴുതണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ കാര്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഈ ബ്രാക്കറ്റ് പൊളിക്കണേ, ബ്രാക്കറ്റ് വിളിക്ക് കിടക്കുന്ന 4 അകത്തേറ്റ് ഓരോ നമ്പറിനെ കുടിക്കണം. I4 20 20x പ്ലസ് 18 × 4 72 18 × 4 72 ഈക്വൽ ടു 7 4 28 28x എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. ഇനി എക്സ് എല്ലാം ഒരു സൈഡിലാക്കാം, എക്സ് ഇല്ലാത്ത എല്ലാം ഒരു സൈഡിലാക്കാം. 72 ഈക്വൽ ടു 28x ഈ പ്ലസ് 20x സമത്തിന് പറയുമ്പോൾ മൈനസ് 20x ആവും. അപ്പൊ എക്സ് എല്ലാം ഒരു സൈഡിലായി, എക്സ് ഇല്ലാത്ത എല്ലാം ഒരു സൈഡിലായി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 72 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 18x-ൽ നിന്ന് 28x-ൽ നിന്ന് 20x കുറച്ച് കഴിഞ്ഞാൽ 8x എന്ന് കിട്ടും. നമുക്ക് അതേപോലെ എന്ത് കിട്ടും? 8x എന്ന് പറയുന്നത്. ഓക്കെ, ഈ 8x എന്ന് പറയുന്നതാണ് 72. നമുക്ക് 8x അല്ല കണ്ടുപിടിക്കേണ്ടത്, x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 72. ഈ 8 ഇവിടെ ഗുണിച്ചേക്കപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം, ഡിവൈഡഡ് ബൈ 8. ഓക്കെ ആയിട്ടല്ലോ. 9 8 72. എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 9 എന്ന് കിട്ടി. അവിടെ ഉള്ള പെൺകുട്ടികളുടെ എണ്ണമാണ്, ഗേൾസിന്റെ എണ്ണമാണ് ചോദിക്കുന്നത്. ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 4x ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 4x എന്ന് പറയുമ്പോൾ 4 ഗുണം എക്സിന്റെ വാല്യൂ 9 9 4 36. ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 36 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. റേഷ്യോ വെച്ചിട്ട് മറ്റൊരു രീതി ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ട്. നമുക്ക് എന്താ പറയാ, ഇത്ര 5:4 എന്നും 7:4 എന്നും 5:4 7:4 എന്ന് എഴുതാം. ഇവിടെ റേഷ്യോ 4 4 ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ട്. എത്രയാണ് ഇവിടെ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പെൺകുട്ടികൾ ആരും വരുന്നില്ല, അതെന്ന് പറയുന്നത് നമുക്ക് 0 എന്നും, ആൺകുട്ടികൾ 18 പേര് വരുന്നുണ്ട്, അത് 18 എന്ന് കൊടുക്കാം. അപ്പൊ ഈ 7 4 തമ്മിലുള്ള 5 7 തമ്മിലുള്ള വ്യത്യാസം 2 എടുക്കാം. ഈ 2 എന്ന് പറയുന്നത് 2x എന്ന് പറയുന്നതായിരിക്കും 18. അപ്പൊ എക്സിന്റെ വാല്യൂ 9 കിട്ടും. 4x 9 36. അങ്ങനെയും ചെയ്യാം. ഓക്കെ ആണല്ലോ. നമ്മളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻസ്. കേട്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കടയുടമ ഒരു വസ്തു വിൽക്കുമ്പോൾ 25% കൂടുതൽ അടയാളപ്പെടുത്തുകയും ഒരു കടയുടമ ഒരു വസ്തുവിന്റെ വിലയേക്കാൾ 25% കൂടുതൽ അടയാളപ്പെടുത്തുകയും 20% കിഴിവ് അനുവദിക്കുകയും ചെയ്യുന്നു. അയാളുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം ഡാഷ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായി? അപ്പൊ ഒരു കടയുടമയാണെങ്കിൽ ഒരു വസ്തുവിന്റെ വിലയേക്കാൾ 25% കൂടുതൽ അയാൾ അടയാളപ്പെടുത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 25% വില കൂട്ടിയിടും. എന്നശേഷം 20% കിഴിവ് അനുവദിക്കും. കിഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് അനുവദിക്കും. അങ്ങനെയാണെങ്കിൽ ആ കച്ചവടത്തേക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നാണ് ചോദിച്ചത്. നമുക്ക് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. ഏത് സാധനത്തിന്റെയും യഥാർത്ഥ വില എന്ന് പറയുന്നത് 100%. സെറ്റ് ആണല്ലോ. ഏത് സാധനത്തിന്റെ യഥാർത്ഥ വില 100%. അത് 10% വില കൂട്ടിയാൽ 110%, 10% വില കുറച്ചാൽ 90, 20% വില കൂട്ടിയാൽ 120, 20% വില കുറച്ചാൽ 80. അപ്പൊ 25% വില കൂട്ടിയാലോ 125%. നമുക്ക് എത്രയാണ്? 125%. ക്ലിയർ ആവുന്നില്ല? 125%. ഓക്കെ ആണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അയാൾ പിന്നീട് നമുക്ക് അനുവദിക്കുന്നത് 20% ഡിസ്കൗണ്ട് അനുവദിക്കുക. 20% ഡിസ്കൗണ്ട് ആക്കി 20% വില കുറച്ച് തരുമെന്ന് വെച്ചാൽ അർത്ഥം 80%-നായിരിക്കും പിന്നീട് അയാൾ സാധനം തരുന്നത്. ഓക്കെ,
100% യഥാർത്ഥ വില, 25% വില കൂട്ടിയിട്ട് 125%, പിന്നെ 20% വില കുറച്ചു എന്ന് വെച്ചാൽ 80% ആണല്ലോ. ഇൻറ്റു 100 കൊടുക്കുക, ഇൻറ്റു ഒരു 100. ഓക്കെ ആണല്ലോ. ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ആയി പോകും. ഈ 0 വെട്ടിക്കളയാം. ഈ 0 സോറി, ഇവിടെ ഈ 0 വെട്ടി ഇവിടെ 0 വെട്ടാൻ പറ്റത്തില്ല. നമുക്ക് എത്ര വെച്ച് വെട്ടാം? 2 വെച്ച് വെട്ടാം. 5 വെച്ച് ഇടുമ്പോൾ ഈ 5 10. ഓക്കെ ആണല്ലോ. ഇവിടെ ഈ 5 10, ഹൈ 5 25. ഓക്കെ ആണല്ലോ. നമുക്ക് ഇവിടെ വെട്ടാൻ 1 2 2, 4 2 8, 4 ഗുണം 25 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ഇപ്പോൾ കച്ചവടം കഴിഞ്ഞപ്പോൾ അയാൾക്ക് 100% തന്നെ അയാൾക്ക് തിരിച്ചു കിട്ടി. 100% വില മുടക്കിയിട്ട് 100% തന്നെ അയാൾക്ക് കിട്ടുവാണെങ്കിൽ അയാൾക്ക് ലാഭവുമില്ല നഷ്ടവുമില്ല. ഇപ്പൊ ഒരു 110% കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് 10% ലാഭമെന്നോ, ഒരു 105% കിട്ടിയാണെങ്കിൽ ഒരു 5% ലാഭമെന്നോ, ഒക്കെ ഒരു 95% കിട്ടിയെങ്കിൽ നമുക്ക് അയാൾക്ക് 5% നഷ്ടമെന്നോ എന്നൊക്കെ പറയാമായിരുന്നു. ഇവിടെ 100% തന്നെ കിട്ടിയോണ്ട് ആ കച്ചവടത്തേക്കത്തില്ല, ലാഭവുമില്ല നഷ്ടവുമില്ല. നമ്മുടെ ആൻസർ സി ഓപ്ഷൻ ആണ്, ലാഭമില്ല നഷ്ടവുമില്ല. മനസ്സിലാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതുണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി നോക്കിയേ. അണ്ടേ, നമുക്ക് ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 1/0.2 പ്ലസ് 3/0.4 ഈക്വൽ ടു ഇതാണ് തന്നിരിക്കുന്നത്. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ആണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് x by 0.5 ആണ് കാണിക്കേണ്ടത്. x by 0.5. ഇതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പല രീതിയിൽ ചെയ്യാം. നമുക്കിവിടെ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ബേസുകൾ ഈക്വൽ ആക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറ്റും, പക്ഷെ അതിനെക്കാട്ടി നല്ലത് ബേസ് ഈക്വൽ ആക്കി ചെയ്യുന്നതായിരിക്കും. കാര്യം എന്താണെന്ന് അറിയോ? ഈ 2 4 ആക്കിയാൽ മതി. ഓക്കെ, 2 4 ആക്കിയാൽ മതി. എങ്ങനെ 2 4 ആക്കുന്നത്? 1/0.2. ഈ 0.2നെ 4 ആക്കണമെങ്കിൽ നമ്മൾ ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ 0.4 ആക്കണം. ഈ 0.4 ആക്കാൻ പോകും. 0.4 ആക്കണേ താഴെ ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ താഴെ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കുന്നോ അതേ നമ്പർ കൊണ്ട് തന്നെ മേളിലും ഗുണിക്കണം. പ്ലസ് ഇപ്പുറത്ത് എന്തോടൊപ്പമുണ്ട്? 3/0.4. ഓക്കെ, അപ്പൊ രണ്ടിടത്തും 0.4 എന്ന് മാറ്റും. ആണോ? 1 2 2 ഡിവൈഡഡ് ബൈ 0.2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 ഗുണം 2 4, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 0.4 പ്ലസ് അതേപോലെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് 3/0.4. നമുക്കറിയാവുന്ന ഒരു റൂൾ ഉണ്ടല്ലോ, ഭിന്നസംഖ്യ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ ഛേദങ്ങൾ തുല്യമാണോ എന്ന് നോക്കണം. ഭിന്നസംഖ്യ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ ഛേദങ്ങൾ തുല്യമാണ്. ഛേദങ്ങൾ തുല്യമാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പൊതുവായിട്ടൊരു ഛേദം എടുത്തുകൊണ്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടാനാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക. ഡിനോമിനേറ്റർ ഈക്വൽ. അപ്പൊ ഇവിടുത്തെ രണ്ടിടത്തും ഛേദം എന്ന് പറഞ്ഞാൽ 0.4 ആണല്ലോ. 4 എടുക്കുക, മേളിൽ കിടക്കുന്ന അംശമായ 2 3 കൂടെ കൂട്ടുക. 2 3 കൂടെ കൂടെ നമുക്ക് എത്ര കിട്ടി? 5. 5/0.4 എന്ന് കിട്ടി. 5/0.4. ഇതെന്ന് പറയുന്നതാണ് എക്സിന്റെ വില. ഇതാണ് എക്സ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ എക്സിന്റെ വില എന്ന് പറയുന്നത്. ഇതാണ് സെറ്റ് ആണല്ലോ. എക്സിന്റെ വില കിട്ടി. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് എക്സ് അല്ല വേണ്ടത്. ക്വസ്റ്റ്യൻ അവർ പറയുന്നുണ്ട് എന്താണ് വേണ്ടത്? എക്സ് ബൈ 0.5 എത്ര എന്നാണ് വേണ്ടത്. എക്സ് ബൈ 0.5. അപ്പൊ എക്സിന്റെ വില ഞാൻ അങ്ങ് കൊടുക്കാൻ പോവാ. എക്സിന്റെ വില എന്ന് പറയുന്നത് എത്ര? 5/4 എന്ന് കൊടുത്തു. 5/0.4 എന്ന് കൊടുത്തു. 0.4 ബൈ 0.5. താഴെ എക്സിന്റെ വിലയാണ് 5/0.4. താഴെ ഒരു 0.5 കിടപ്പുണ്ട്. ആ 0.5 കൂടെ കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇത് ഹരിക്കാനുള്ള വരയാ. ഈ ഹരിക്കാനുള്ള വരയാ. അതിന്റെ താഴെ ഒരു ഭിന്നസംഖ്യ വരും. എന്ന് വെച്ചാൽ അതിന്റെ താഴെ ഒന്നുമില്ലെങ്കിൽ ഒരു ഒന്നുണ്ട്. ഒരു ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. അതാണ് ഇതിന്റെ റൂൾ എന്ന് പറഞ്ഞത്. അപ്പൊ തിരിച്ചിട്ട് നമ്മൾ എങ്ങനെ ഗുണിക്കുന്നത്? 5/0.4 ഇൻറ്റു തിരിച്ചിടുമ്പോൾ 1 മേളിലും പോവും. എത്ര കിട്ടും? 0.5 എന്ന് താഴെയും വരും. തിരിച്ചിട്ട് ഗുണിച്ചു. ഇനി നമുക്ക് ഗുണിക്കാം. ഒരു 5 5 5/i4 എത്ര? i4 20. i4 20 എന്ന് കിട്ടും. ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം? ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പം 0.4 0.5. അപ്പൊ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 0.20 എന്ന് കിട്ടും. ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാൻ നമുക്ക് ഫ്രണ്ടിൽ ഒരു 0 വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഇങ്ങനെ കിട്ടുന്ന 5/0.2 എന്ന് കിട്ടും. 5/0.2. ഓക്കെ ആണല്ലോ. ഈ 5/0.2ന്റെ പോയിന്റ് മാറ്റണം. എങ്ങനെ മാറ്റും എന്ന് വെച്ചാൽ നമുക്ക് പോയിന്റ് മാറ്റണമെങ്കിൽ എവിടാണോ പോയിന്റ് മാറ്റേണ്ടത് അതിന് എവിടാണോ കുറവുള്ളത്, പോയിന്റ് കഴിഞ്ഞ് കുറവ് സ്ഥാനം ഉള്ളത്, ഞാൻ ആദ്യം 5/2 ഞാൻ എങ്ങനെ എഴുതും? പോയിന്റ് മാറ്റിയിട്ട് 5/2 എന്ന് എഴുതും. എന്നതിന് ശേഷം നോക്കണം പോയിന്റ് കുറവ് എവിടാ, മുകളിലാണോ താഴെയാണോ എന്ന് നോക്കണം. ഇവിടെ പോയിന്റ് താഴെയാണ് ഒരു സ്ഥാനത്തിനുള്ള പോയിന്റ്, മേളിൽ പോയിന്റേ ഇല്ല. അതിന്റെ അർത്ഥം പോയിന്റ് കുറവ് മുകളിലാണ്. എവിടാണോ കുറവ് അവിടെ
എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ടോ അത്രയും 0 കൊടുത്താൽ മതി. എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ടോ അത്രയും 0 കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ മുകളിലാണ് കുറവ്, എത്ര സ്ഥാനത്തിന്റെ കുറവ്? ഒരു സ്ഥാനത്തിന്റെ കുറവാണുള്ളത്, അപ്പോൾ മേളിൽ ഒരു 0 കൊടുക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ 50നെ 2 വെച്ചിരിക്കും നമുക്ക് കിട്ടി 25 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 25 ആണ് നമുക്ക് ആൻസർ എന്ന് പറയുന്നത്. ഇതിന്റെ കാൽക്കുലേഷൻ പെട്ടെന്ന് അറിയാവുന്ന ഒരു പടപടയിൽ ഇത്ര സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് അഥവാ ഒട്ടും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോട്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിങ്ങനെ പറഞ്ഞത്. ആൻസർ 25 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. 25 ആണ്. സെറ്റ് ആണല്ലോ. ഓക്കെ, യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 60 മൈനസ് 24 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 പ്ലസ് 4ന്റെ മൂല്യം കണ്ടെത്തുക. ഇത് ബോട്ട് മാസ് റൂളാണ്. ബോട്ട് മാസ് ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റൂളാണ്. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 60 നമ്മൾ അതേപോലെ എഴുതി. 60 മൈനസ് ഈ ബോട്ട് മാസ് പ്രകാരം ആദ്യം ഹരണമാ 24 3 വെച്ചിരിക്കും. 24 3 വെച്ചിരിക്കുമ്പോൾ 8 കിട്ടും. 8 ഗുണം 2 പ്ലസ് 4 നമുക്ക് എഴുതാം. ഇനി എന്ത് എഴുതാം? അണ്ടേ ഈ 60 60 60 ഒക്കെ ആണല്ലോ. 8 2 ചൂണ്ടിക്കുമ്പോൾ എത്ര കിട്ടും? മൈനസ് 16 എന്ന് കിട്ടും. 16 പ്ലസ് 4 എന്ന് കിട്ടും. 16 പ്ലസ് 4 ഓക്കെ ആണല്ലോ. ഇനി ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ഓക്കെ, ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 60ൽ നിന്ന് എത്രയാണ്? 60ൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? 16 കുറയ്ക്കാം. 60ൽ നിന്ന് 16 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുള്ളൂ? 44 എന്ന് കിട്ടും. 44 ഞാൻ താഴോട്ട് എഴുതാം. ഓക്കെ ആണല്ലോ. 60 മൈനസ് 16, 60ന് 16 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 44 കിട്ടും. ഓക്കെ ആണല്ലോ. ഈ 44ന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു 4 കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ 44 പ്ലസ് 4, 44 പ്ലസ് ഏതാ? ഈ 4ആണ് നമ്മൾ കൂട്ടുന്നത്. 44 പ്ലസ് 4 സമയത്ത് കിട്ടിയ നമുക്ക് 48 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡി ഓപ്ഷൻ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ വളരെ എളുപ്പം സ്കോർ ചെയ്യാൻ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഞാൻ പറയാം. ഒരേ ആരമുള്ള സിലിണ്ടറുകളുടെ വ്യാപ്തം 16:25 എന്ന അനുപാതത്തിലാണ്. സിലിണ്ടറുകളുടെ വളഞ്ഞ പ്രതലത്തിന്റെ വിസ്തീർണത്തിന്റെ അനുപാതം എന്താണ്? മനസ്സിലായല്ലോ. വളഞ്ഞ പ്രതലം എന്ന് വെച്ചാൽ വക്രമുഖ വിസ്തീർണം അല്ലെങ്കിൽ കർവ്ഡ് സർഫേസ് ഏരിയയെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചെയ്യുന്ന ഒരു സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം തന്നിട്ടുണ്ട്. വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ്? 16:25 ആണ്. ഈ രണ്ട് വൃത്തസ്തംഭങ്ങൾ, ഒരേ ആരമുള്ള രണ്ട് വൃത്തസ്തംഭങ്ങളുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശം 16:25. പക്ഷെ ഈ രണ്ട് വൃത്തസ്തംഭങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. രണ്ടിന്റെയും ആരങ്ങൾ ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് πr²h ആണ്. πr²h എന്ന് വെച്ചാൽ നമുക്ക് h1 πr²h2 എന്ന് കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ രണ്ടിടത്തും ആരങ്ങൾ തുല്യമാണ്, പക്ഷേ ഉയരം തുല്യമല്ല. ഉയരം തുല്യമല്ലാത്തതുകൊണ്ട് ഒന്നാമത്തെ ഉയരമൊന്നും രണ്ടാമത്തെ ഉയരമൊന്നും കൊടുക്കുക. പക്ഷെ ആരങ്ങൾ രണ്ടും തുല്യമായിട്ടാണ് ആരത്തിന് 1 ഉം 2 നമ്മൾ കൊടുക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നതാണ് 16:25. ഈ രണ്ടിനകത്തിനകത്ത് കോമൺ ആയിട്ടുള്ള എന്തൊക്കെയുണ്ട്? ഒരു പൈ ഉണ്ട്, ഇവിടുത്തെ ഒരു പൈ ഉണ്ട്, വെട്ടിപ്പോവാം. ഇവിടെ അതേപോലെയാണ് ഒരു r² ഉണ്ട്, ഒരു r² ഉണ്ട്, വെട്ടിപ്പോവും. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് h1:h2 എന്ന് പറയുന്നതാണ് 16:25 എന്ന് കിട്ടും. 16:25. ഇതേ വൃത്തസ്തംഭത്തിന്റെ വക്രമുഖ വിസ്തീർണം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? 2πrh ആണ്. 2πrh മനസ്സിലായല്ലോ. 2πrh1:2πrh2 കാണാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. കാരണം ആറിന് 1 ഉം 2 ഉം നമ്മൾ കൊടുക്കാൻ എന്താന്ന് വെച്ചാൽ ഒരേ ആരമാണെന്ന് ക്വസ്റ്റ്യനിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരേ ആരമാണെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഒരേ ആരമാണെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ഒരേ ആരമായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ട? പ്രത്യേകിച്ച് നമുക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ 2 ഉം 2 കൂടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ ആണ്ടേ? ഓക്കെ അതെ. ഈ 2 ഉം ഈ 2 കൂടെ രണ്ടിടത്തും ക്യാൻസൽ ആവും. ഈ പൈയും ക്യാൻസൽ ആവും. ഈ ആറും ക്യാൻസൽ ആവും. പിന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഒരു h1:h2 മാത്രം നമുക്ക് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. h1:h2 അത് ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? h1:h2 എന്ന് വെച്ചാൽ 16:25 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പറയുന്നതിന്റെ വക്രമുഖ വിസ്തീർണം അല്ലെങ്കിൽ കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നതും എ ഓപ്ഷൻ തന്നെയാണ്. 16:25 തന്നെയാണ് ആൻസർ വരുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വൃത്താകൃതിയുള്ള അടിത്തറയുള്ള ഒരു കണ്ടെയ്നർ ഘട്ടങ്ങളായി നിർമ്മിച്ചിരിക്കുന്നത്
ഓരോ ഘട്ടത്തിലും കണ്ടെയ്നർ 10 സെന്റിമീറ്റർ ഉയരത്തിലാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഓരോ ഘട്ടത്തിലും അർദ്ധവ്യാസ ഘട്ടം 1-ൽ 15 സെന്റിമീറ്റർ മുതൽ ഘട്ടം 5-ൽ വരെ 3 സെന്റിമീറ്ററിന്റെ ഗണിത പുരോഗതിയിൽ കുറയുന്നു. ഓക്കെ ആണല്ലോ. കണ്ടെയ്നറിന്റെ ആകെ ശേഷി സെന്റിമീറ്റർ ക്യൂബിൽ എത്രയാണ്? ഓക്കെ, ഇത് കാര്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളു. എന്താണ് വൃത്തസ്തംഭാകൃതിയിലോ നമുക്കൊരു വൃത്താകൃതിയുള്ള ഒരു അടിത്തറയുള്ള ഒരു കണ്ടെയ്നർ എന്ന് വെച്ചാൽ നമുക്ക് വൃത്തസ്തംഭം ഇവിടുത്തെ സിലിണ്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സിലിണ്ടർ. അപ്പൊ നമുക്ക് ഇതാണ്ട് ഇങ്ങനെ ഒരു സിലിണ്ടർ തരുന്നു. ഇതൊരു സിലിണ്ടർ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ മണ്ടയ്ക്ക് എന്ത് ചെയ്യും? വീണ്ടും ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ. അതിന്റെ മണ്ടയ്ക്ക് ഇതായി വീണ്ടും വേറെ സിലിണ്ടർ വെക്കും. ഓക്കെ, അതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ. വീണ്ടും അതിന്റെ മണ്ടയ്ക്ക് ഒരു സിലിണ്ടർ വെക്കും. ഇങ്ങനെ 5 ഘട്ടമായിട്ട് അവർ നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത്. വേണ്ട, നമുക്ക് വേണ്ട 5 ഘട്ടമായിട്ട് വീണ്ടും ഇങ്ങനെ നിർമ്മിക്കും. 5 ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ നിർമ്മിക്കുന്നു. ഓക്കെ, ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. ഇങ്ങനെ ഘട്ടമായിട്ട് മേളോട്ട് നമ്മൾ നിർമ്മിച്ചു പോകുന്നു. പിന്നെയാണ് അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിന് എന്ന് പറയുന്നത് വ്യാസാർത്ഥം എന്ന് പറഞ്ഞാൽ വ്യാസത്തിന്റെ പകുതി എന്ന് വെച്ചാൽ ആരം 15 സെന്റിമീറ്റർ. പിന്നീട് ഓരോന്നിനും എന്ത് ചെയ്തു? ഇങ്ങനെ കുറഞ്ഞു വരുവാന്ന് പറയുന്നത്. നമ്മളില്ലേ ബർത്ത്ഡേ കേക്ക് ഓടിക്കുന്നതിന് തട്ടായിട്ട് ഇങ്ങനെ കേക്ക് എത്തില്ല, ആ സെറ്റപ്പ് തന്നെ. ഇങ്ങനെ മേളോട്ട് ഇങ്ങനെ. അപ്പൊ അവിടെ എന്ന് പറയുന്നത് എന്താണ്? ഓരോന്നിനും എത്ര 3 സെന്റിമീറ്റർ വീതം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആരം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. എങ്കിൽ ഇതിൽ കൊള്ളുന്ന ഇതിന്റെ കപ്പാസിറ്റി എത്ര എന്നാണ്, ഈ കണ്ടെയ്നറിന്റെ ശേഷി എത്ര എന്നാണ്, അല്ലെങ്കിൽ കപ്പാസിറ്റി എത്ര എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒന്നുമില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ആലോചിക്കുക, ഒരു വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക ഇക്വേഷൻ. നമ്മൾ ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ പറഞ്ഞാൽ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക ഇക്വേഷൻ πr² ആണ്. πr²h. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിൽ എല്ലാത്തിന്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് h എന്ന് പറയുന്നത് 10 ആണെന്ന് അവർ ഓൾറെഡി പറയുന്നുണ്ട്. 10 ആണെന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്താണ് പറയുന്നത്? ഓരോന്നിന്റെ ആരത്തിനകത്ത് ചേഞ്ചസ്. അപ്പൊ πr², അപ്പൊ ആരം എന്ന് പറയാം. അങ്ങനെ 5 ഘട്ടമായിട്ടാണ് നിർമ്മിക്കുക. എന്താ? ഒന്നാമത്തെ ആരം 1 എന്ന് പറഞ്ഞത് 15 ആണെങ്കിൽ ആരം 2 കാര്യം എന്താ? സമാന്തര ശ്രേണിയിലാണ് ഇത് കുറയുന്നത്. വെച്ചാൽ കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ 3 വെച്ച് കുറയും. അടുത്ത എത്ര ആയിരിക്കും? 12. ആരം 3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ആരം 3 എന്ന് പറയുന്നത് എത്ര? 9 ആയിരിക്കും. ആരം 4 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 6 ആയിരിക്കും. ആരം 5 എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ഇത് കുറഞ്ഞു വരുന്നതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നതിന്റെ ഓരോന്നിന്റെയും വ്യാപ്തം ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. πr² 1r² h പ്ലസ് πr² 2h പ്ലസ് πr² 3h പ്ലസ് πr² 4h പ്ലസ് πr² 5h. ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ എല്ലാം കൂടെ എന്താ മൊത്തത്തിൽ എത്ര, ഓരോന്നിനകത്ത് എത്ര കപ്പാസിറ്റി ഉണ്ടോ വ്യാപ്തം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളളവാണ്. അങ്ങനെ 5 എണ്ണം ഉണ്ട്. ഈ 5 എണ്ണത്തിന്റെ ഉള്ളളവാണ് നമ്മൾ എടുത്ത് പറയുന്നത്. ഇവിടെ എല്ലായിടത്തും എന്തുണ്ട്? ഇവിടെയും പൈ, എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാം? പൈ ഉണ്ട്. പൈ എല്ലായിടത്തും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. എല്ലാത്തിനകത്തും പൈ ഉണ്ട്. എല്ലാത്തിനകത്ത് എച്ച് ഉണ്ട്. കാര്യം എച്ച് എല്ലായിടത്തും തുല്യം, ഒരേ ഉയരത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലായിടത്തും എച്ച് നമുക്ക് കോമൺ എടുക്കാം. ഇവിടുന്ന് എച്ച് എടുത്ത് ഇവിടുന്ന് എല്ലാത്തിനകത്തും പൈ എച്ച് കോമൺ എടുത്താൽ പിന്നെ നമുക്ക് എന്തുണ്ട്? ഒരു r1² പ്ലസ് ഒരു r2² പ്ലസ് ഒരു r3² പ്ലസ് ഒരു r4² പ്ലസ് ഒരു r5² മാത്രമാണ് നമുക്കുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പൈ ഇൻറ്റു എച്ചിന്റെ വാല്യൂ നമുക്കറിയാം 10 ആണെന്ന് അറിയാം. 10 ഇൻറ്റു r1 എന്ന് പറയുന്നത് എത്ര? 15. 15ന്റെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ പ്ലസ് എത്ര? അടുത്തത് 9ന്റെ സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്താ? പൈ ഇൻറ്റു 10 ഇൻറ്റു 15ന്റെ സ്ക്വയർ 225 പ്ലസ് 12ന്റെ സ്ക്വയർ 144 പ്ലസ് 9ന്റെ സ്ക്വയർ 81 പ്ലസ് 6ന്റെ സ്ക്വയർ 36 പ്ലസ് 3ന്റെ സ്ക്വയർ 9. ഇതെല്ലാം നമുക്ക് കൂട്ടാം. ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ഇതാണ്ട് ഇങ്ങോട്ട് സൈഡിലോട്ട് എഴുതി കൂട്ടാം. ഓക്കെ ആണല്ലോ. 225, അതേപോലെ തന്നെ 144, അതേപോലെ തന്നെ 81, അതേപോലെ 36, പിന്നെ 9. ഓക്കെ ആണല്ലോ. ഉണ്ടേ ഇവിടെ 6 4 10 10 25 25 5 ഇഷ്ടം 2. ഓക്കെ,
8 2 10 10 4 14 3 17 17 2 19 9 ശിഷ്ടം 1 ഓക്കെ 3 1 4 എത്ര കിട്ടും നമുക്കിവിടെ കിട്ടുന്നത് പൈ ഇൻറ്റു 10 ഇൻറ്റു ഇതെല്ലാം കൂടെ നമുക്ക് കിട്ടി 495 എന്ന് കിട്ടും 495 ഈ 495നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടും 495നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 4950 ഗുണം പൈ എന്ന് വെച്ചാൽ 4950 പൈ എന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആൻസർ സി ഓപ്ഷൻ ആണ് 4950. 4950 പൈ. ഓക്കെ സി ഓപ്ഷൻ ആണ്. ഓക്കെ 4950 പൈ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇരുന്നത്. സെറ്റ് ആണല്ലോ, കാര്യമൊന്നുമില്ല. ഇതും ഇച്ചിരി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാര്യമൊന്നുമില്ല, നമുക്ക് ഈ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു വിമാനം കാറ്റിന്റെ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ 2 മണിക്കൂറിൽ 100 കിലോമീറ്റർ സഞ്ചരിക്കുകയും കാറ്റിനെതിരെ സഞ്ചരിക്കുമ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് 100 അല്ല 1000 കിലോമീറ്റർ ആണ്. ഒരു വിമാനം കാറ്റിന്റെ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് 1000 കിലോമീറ്റർ സഞ്ചരിക്കുകയും കാറ്റിന് എതിരെ സഞ്ചരിക്കുമ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് അതേ ദൂരം സഞ്ചരിക്കുകയും ചെയ്യുന്നു. വിമാനത്തിന്റെയും കാറ്റിന്റെയും വേഗത 2 ദിശകളിലും സ്ഥിരമാണെന്ന് കരുതുക. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ കിലോമീറ്ററിൽ എത്രയാണ്? മനസ്സിലായോ? ഇത് കാര്യമൊന്നുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാം, ക്വസ്റ്റ്യൻസ് അതാ ഇങ്ങനെ പറയാം. ഓക്കെ ആണല്ലോ. ഒരു ബോട്ട് 1000 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കുന്നു. ഒഴുക്കിന് അനുകൂലമായി ഒരു ബോട്ട് 1000 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു. ഓക്കെ ആണല്ലോ, ബോട്ട് ആ സ്ട്രീം ആയത്. മനസ്സിലായല്ലോ. പിന്നെന്താ പറയുന്നത്? ഒഴുക്കിനെതിരെ ഇതേ 1000 കിലോമീറ്റർ 2.5 മണിക്കൂർ കൊണ്ട് തിരിച്ചു സഞ്ചരിക്കുന്നു എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒഴുക്കിന്റെ വേഗത എത്ര? മനസ്സിലായല്ലേ? കാറ്റിന്റെ വേഗത മണിക്കൂറിൽ എത്ര എന്ന് വെച്ചാൽ ഒഴുക്കിന്റെ വേഗത എത്ര? ഓക്കെ ആണല്ലോ. അപ്പൊ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗതയും ഒഴുക്കിനെതിരെയുള്ള വേഗതയും നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതേ സെയിം സെറ്റപ്പ് തന്നെ. ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് മൊത്തം ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിച്ച ദൂരത്തെ ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത കിട്ടുന്നത്. അതേപോലെ തന്നെ കാറ്റിന് അനുകൂലമായി വിമാനം സഞ്ചരിച്ച ദൂരത്തെ കാറ്റിന് അനുകൂലമായി വിമാനം സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് പറയുന്നത്? ഒഴുക്കിന് അല്ലെങ്കിൽ കാറ്റിന് അനുകൂലമായിട്ടുള്ള വേഗത കിട്ടുന്നത്. വെച്ചാൽ നമുക്ക് കാറ്റിന് അനുകൂലമായിട്ടുള്ള വേഗത മനസ്സിലായല്ലോ. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയും. ഓക്കെ, ഒഴുക്കിനെതിരെ എന്ന് പറയാം അപ് സ്ട്രീം സ്പീഡ് എന്ന് പറയത്തില്ലയോ? ഒഴുക്കിനെതിരെയും ഒഴുക്കിന് അനുകൂലവും ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡ് എന്ന് പറയത്തില്ലയോ? അപ്പൊ നമുക്ക് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളത് കാറ്റിന് അനുകൂലം. കാറ്റിന് അനുകൂലമായ വേഗത എത്ര? 1000/2. 1000/2 സമയത്തിട്ട് നമുക്ക് 500 കിലോമീറ്റർ പെർ അവർ ആണ് കാറ്റിന് അനുകൂലമായിട്ടുള്ള വേഗത. ഇനി കാറ്റിനെതിരെയുള്ള വേഗത കണ്ടുപിടിക്കാം. കാറ്റിനെതിരെയുള്ള വേഗത എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താ? ഇവിടെ അയാൾ വിമാനം സഞ്ചരിക്കാൻ എടുത്തത് എത്ര? 1000 കിലോമീറ്റർ ആണ് ദൂരം ആണ് സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം എന്ന് വെച്ചാൽ 2.5. 1000ത്തെ 2 ഉച്ചരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.5 ഇട്ട് വിളിക്കുമ്പോൾ 400 എന്ന് കിട്ടും. 400 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. കിലോമീറ്റർ പെർ അവർ കിട്ടി. ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളതും ഒഴുക്കിനെതിരെയുള്ള വേഗതയും തന്നു കഴിഞ്ഞാൽ നിശ്ചല ജലത്തിന്റെ വേഗത കണ്ടുപിടിക്കാൻ 2 കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. ഒഴുക്കിന്റെ വേഗത കണ്ടുപിടിക്കാൻ 2 കൂടെ കുറച്ചിട്ട് പകുതി എടുക്കുക. നിശ്ചല ജലത്തിലെ ബോട്ടിന്റെ വേഗത കണ്ടുപിടിക്കാൻ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗതയും ഒഴുക്കിനെതിരെയുള്ള വേഗതയും തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുക്കുക. പിന്നെ ഒഴുക്കിന്റെ വേഗത കണ്ടുപിടിക്കാൻ ഒഴുക്കിന്റെ വേഗത കണ്ടുപിടിക്കാൻ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗതയും ഒഴുക്കിനെതിരെയുള്ള വേഗതയും തമ്മിൽ കുറച്ചിട്ട് പകുതി എടുക്കുക. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാറ്റിന്റെ വേഗത കണ്ടുപിടിക്കണമെങ്കിൽ കാറ്റിന് അനുകൂലമായിട്ടുള്ള വേഗതയും കാറ്റിന് എതിരെയുള്ള വേഗതയും തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുക്കുക. കാറ്റിന് അനുകൂലമായിട്ടുള്ള വേഗത എന്ന് പറയുന്നത് എത്രയാണ്? കാറ്റ് പോകുന്ന അതേ ദിശയിൽ തന്നെ പോകുന്ന കാറ്റിന് അനുകൂലമായിട്ടുള്ള വേഗത എന്ന് പറയുന്നത് 500ഉം കാറ്റിനെതിരെയുള്ള വേഗത എന്ന് പറയുന്നത് 400ഉമാണ്. തമ്മിൽ കുറച്ചിട്ട് പകുതി എടുക്കുന്നതാണ് കാറ്റിന്റെ വേഗത. മനസ്സിലായല്ലോ? കാറ്റിന്റെ വേഗത എന്ന് പറയുന്നത് തമ്മിൽ കുറച്ചിട്ട് പകുതി എടുക്കുന്നത് എത്ര കിട്ടും? 100നെ 2 വെച്ചിരിക്കാം. 100നെ 2 വെച്ചിരിക്കാം നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും.
നമ്മുടെ ആൻസർ 50 km/h ആണ്. നമ്മുടെ ഫൈനൽ ആൻസർ 50 km/h ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ബി ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ബി ഓപ്ഷൻ ആണ്. സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത്രയും കാര്യമുള്ളൂ. നമുക്ക് ഇത് എന്താണ്, ബോട്ടാം സ്ട്രീമിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. ആ ബോട്ടാം സ്ട്രീമിനകത്ത് ഒഴുക്ക്, വിമാനം, ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത, നിശ്ചലത്തിലെ വേഗത എന്നൊക്കെ പറയുന്നതിന് പകരം ഇവിടെ എന്താണ് പറയുന്നത്, ബോട്ടിന്റെ നിശ്ചലത്തിലെ വേഗതയും ഒഴുക്കിന്റെ വേഗത എന്ന് പറയുന്നവനും കാറ്റിന്റെ വേഗതയും വിമാനത്തിന്റെ വേഗത എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 16ന്റെ തുടർച്ചയായ 3 ഗുണിതങ്ങളുടെ ശരാശരി 432 ആണ്. അപ്പോൾ 3 ഗുണിതങ്ങളിൽ ആദ്യത്തേത് എന്തായിരിക്കും? മനസ്സിലായോ? 16ന്റെ തുടർച്ചയായ 3 ഗുണിതങ്ങളുടെ ശരാശരി, 16ന്റെ തുടർച്ചയായ 3 ഗുണിതങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത് എന്താണ്? 432 ആണ്. ഒരു സംഖ്യയുടെ തുടർച്ചയായിട്ടുള്ള 3 സംഖ്യകളുടെ ശരാശരി, അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ് പറയുന്നതെങ്കിൽ എപ്പോഴും അതിന്റെ ശരാശരി എന്ന് പറയുന്നത് നടുക്കലത്തെ സംഖ്യ ആയിരിക്കും. ശരാശരി എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? നടുക്കലത്തെ സംഖ്യ. അപ്പൊ 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. 16ന്റെ തുടർച്ചയായിട്ടുള്ള 3 ഗുണിതങ്ങളുടെ ശരാശരിയാണ്. 3 മൾട്ടിപ്പിൾസ്, ഈ 16ന്റെ 3 മൾട്ടിപ്പിൾസിന്റെ എന്താണ് ആവറേജ് ആണ് എന്തെന്ന് പറയുന്നത് 432 എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ നടുക്കലത്തെ, ഒരു സംഖ്യ, 2 സംഖ്യ, 3 സംഖ്യയിൽ നടുക്കലത്തെ സംഖ്യ എന്ന് പറയുന്നതാണ് എത്ര? 432 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എങ്കിൽ ആദ്യത്തെ ഏതാണ് വെച്ചാൽ, ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി 16ന്റെ അടുത്തടുത്തുള്ള ഗുണിതമാകുമ്പോൾ ഇതിനകത്ത് 16 കുറവായിരിക്കും. അപ്പൊ കിട്ടും 432 നിന്ന് 16 കുറച്ചാൽ 432 എന്ന് പറഞ്ഞു നോക്കുമ്പോൾ 416 എന്നുള്ള ഉത്തരവായിരിക്കും കിട്ടുന്നത്. ആൻസർ 432 മൈനസ് 16 സമം 416 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഡി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. 432 നടുക്കലത്തെ സംഖ്യയാണ്. ഓക്കെ ആണല്ലോ. 448 എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ. 432 കൂടെ 432 പ്ലസ് 16 സമയത്ത് കിട്ടി 448 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഇതെന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യയാണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ എന്ന് പറയുന്നത് 16 കുറച്ചാൽ മതി. സെറ്റ് ആണല്ലോ. ഓക്കെ, യെസ്. അടുത്ത് നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് എന്താണെന്ന് അറിയാം, കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ. കാര്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കുറെ സ്റ്റെപ്പുകളുടെ എണ്ണം കൂടുതലായിരിക്കും ഇതിനകത്ത്. ഇത് സ്റ്റെപ്പുകളുടെ എണ്ണം കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 25⁻⁻1 സമത്തിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ മൈനസ് വരും. പിന്നെ അത് നമുക്കത് കോമൺ എടുത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലേക്ക് ഇതിനെ കൊണ്ടുവരും. ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്, ആ രീതിയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ എന്ത് ചെയ്യാം, ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ പിക്ക് ഏത് വില കൊടുക്കുമ്പോഴാണ് ഈ ഉത്തരം ശരി, അപ്പുറം ഇപ്പുറം ഈക്വൽ ആവുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അത് നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ, ഈ വലിയ നമ്പർ ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്. കാര്യം 25ന്റെ പവർ 4, 5, 6, 7 ഒക്കെ ഇങ്ങനെയൊക്കെ 5 ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വലിയ നമ്പർ വരും. ഓക്കെ, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ നമ്പർ ഇട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ 2 ആണ്. നമുക്ക് ആ 2 ഇട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 25 പിക്ക് പകരം ഞാൻ പിയുടെ വിലയാണ് ഞാൻ ഈ കൊടുക്കുന്നത്. പിയുടെ വിലയാണ് 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പിക്ക് പകരം എന്ത് കൊടുക്കുക, എന്താ P-1 പ്ലസ്, ഓക്കെ ആണല്ലോ, 100 ഈക്വൽ ടു 5/2P -1. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 25 പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ 2 കൊടുത്തു. 2 - 1 പ്ലസ് 100 ഈക്വൽ ടു 5/2 ഇൻറ്റു പിയുടെ വാല്യൂ എത്ര? പിയുടെ വാല്യൂ ഞാൻ 2 കൊടുത്തു -1. ഓക്കെ ആണല്ലോ. നമുക്ക് കണ്ടേ 25/2 2 1 കുറച്ചാൽ 1 കിട്ടും. 25/1 പ്ലസ് 100 ഈക്വൽ ടു ഇവിടെ നോക്കാം 5/2 2 × 2 4 4 - 1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 25/1 വെച്ചാൽ 25 എന്നാ 25 4 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 25 100 കൂട്ടുമ്പോൾ 125 എന്ന് കിട്ടും. ഈക്വൽ ടു 5/4 1 കുറച്ചാൽ 3 കിട്ടും. ഓക്കെ, 5ന്റെ ക്യൂബ് എത്ര? 125. അപ്പൊ നമുക്ക് എഴുതാം 125 ഈക്വൽ ടു 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞത് 125 കിട്ടും. അപ്പുറം ഇപ്പുറം നമുക്ക് ഈക്വൽ ടു കിട്ടി, രണ്ടിടത്തും സമമായിട്ട് കിട്ടി. അപ്പോൾ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനും വേണ്ടി ഒന്നുമില്ല. ഇതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഇനി ഇത് അല്ലാതെ ചെയ്യുവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ കോമൺ എടുത്ത് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഡിഗ്രിയുടെ മെയിൻ എക്സാമിന്റെ ഓറിയന്റേഷൻ ക്ലാസ് ആണ് വരുന്ന 8-ാം തീയതി തിങ്കളാഴ്ച 6 മണിക്ക് സാറ് നടത്തുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ പുതിയ ഡിഗ്രി മെയിൻസിന് വേണ്ടിയുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ ഓറിയന്റേഷൻ ക്ലാസ് 6 മണിക്കാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെയിൻ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ്. ഓക്കെ, കോഴ്സിന്റെ അടുത്തൊരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെയാണ്. ഡിഗ്രി അത് 100 മണിക്കൂർ പ്ലസ് ക്ലാസ് ആണ്. 100 മണിക്കൂറിൽ കൂടുതൽ ക്ലാസ് വരും. അത് PYQ സെഷൻസ് ആയിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. 1999 രൂപയുടെ ഇപ്പോൾ ഓഫർ പ്രൈസ് 1199 രൂപയ്ക്കാണ് നമ്മൾ ക്ലാസ് ഇപ്പോൾ അവൈലബിൾ ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സബ്ജക്ട് വൈസ് ക്ലാസ്സുകളായിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഇപ്പോൾ ഈ എക്സാം എഴുതിയിരിക്കുന്നവർക്ക് ഇന്ന് തന്നെ, ഇപ്പോൾ എക്സാം പറഞ്ഞാൽ കഴിഞ്ഞു, നമുക്ക് ഏകദേശം നിങ്ങൾക്ക് അത് മെയിൻ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന അനുസരിച്ചുള്ള ഒരു മാർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ മെയിന് വേണ്ടി ഇന്ന് തന്നെ വർക്ക് ചെയ്യുക. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക, ഓരോ ദിവസവും നിങ്ങൾ താമസിച്ചിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ റാങ്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ്. ഓക്കെ, നമുക്ക് നേരെ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോക്കിയേ, ഇതാണ്ട് ഇനിയൊക്കെ നോക്കിയോ, 9 ഇൻറ്റു 9 മൈനസ് 9 ഡിവൈഡഡ് ബൈ 1/9 പ്ലസ് 9 ഇതിന്റെ വാല്യൂ എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 9 ഇൻറ്റു 9 മൈനസ് 9. ഇവിടെ ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ നമ്മൾ എന്തിനാ തിരിച്ചിട്ട് ഗുണിക്കണം. ഹരണചിഹ്നം മാറ്റിയിട്ട് ഗുണനചിഹ്നം ആക്കണം, തിരിച്ചിടും. അപ്പോൾ 9 മേളിൽ ഇപ്പോൾ 1 താഴെ വരും, പ്ലസ് 9 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 9 81 മൈനസ് 9 81. എല്ലാ സംഖ്യയുടെ താഴെ ഒന്നുണ്ടാണ്ട് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പ്ലസ് 9 എന്നുള്ള ഉത്തരം കിട്ടും. അതുകൊണ്ട് 81 0 കിട്ടും. 0 നമുക്ക് എത്രയാണ്? 0 പ്ലസ് 9 എന്ന് കിട്ടും. 0 പ്ലസ് 9 എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 9. 81 0 കിട്ടും. ബാക്കി 9 മാത്രമായിരിക്കും ആൻസർ. നമ്മുടെ ഓപ്ഷൻ സി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിനകത്ത് വേണ്ട 1 എന്ന് പറയുന്നത് 37 ആയാൽ 2 61 ആണെങ്കിൽ 6 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 എന്ന് വെച്ചാൽ O എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്റർ ആണ്? 15ാമത്തെ ABCDEFGHIJKLMNO. O എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ ആണ്. N എന്ന് പറയുന്നത് 14ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ ആണല്ലോ. E എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ? 5ാമത്തെ ലെറ്റർ. ഇതെല്ലാം ഒന്ന് കൂട്ടിയേ. 15 പ്ലസ് 14 പ്ലസ് 5. അപ്പൊ 15 5 20 20 14 34 എന്ന് കിട്ടും. 34 അല്ല നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, 37 ആണ്. ഇവിടെ എത്ര സംഖ്യകളുണ്ട്? എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3 ലെറ്റേഴ്സ് ഉണ്ടായതുകൊണ്ട് ആ 3 കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് കൂട്ടും. എത്ര ഇട്ട്? 37. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് 2 നോക്കാം. T എന്ന് പറയുന്നത് 20ാമത്തെ ലെറ്റർ ആണ്. W എന്ന് പറയുന്നത് എത്ര ആണ്? W എത്ര? 23ാമത്തെ T UVW. ഓക്കെ ആണല്ലേ. 23ാമത്തെ ലെറ്റർ ആണ്. 23ാമത്തെ ലെറ്റർ ആണ് വരുന്നത്. O എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ. എല്ലാവരും ഒന്ന് കൂട്ടിയേ. 20 പ്ലസ് 23 പ്ലസ് 15. ഓക്കെ ആണല്ലോ. കൂട്ടിയപ്പോൾ 40 50 55 58 എന്ന് കിട്ടും. 58ഉം എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇവിടെ? 3 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ 3 കൂടെ അതിൻ്റെ കൂടെ കൂട്ടുക. 58ന്റെ കൂടെ 3 കൂടെ കൂടുമ്പോൾ 61. അത് കിട്ടി എങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് നോക്കുക. 6 എത്ര ആണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. എസ് എന്ന് പറയുന്നത് നമുക്ക് എത്രാമത്തെ ലെറ്റർ? 19ാമത്തെ ലെറ്റർ ആണ്. I എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ? ABCDEFGHI. I എന്ന് പറയുന്നത് 9ാമത്തെ ലെറ്റർ ആണ്. I എന്ന് പറയുന്നത് 9ാമത്തെ ലെറ്റർ ആണ്. X എന്ന് പറയുന്നത് 24ാമത്തെ ലെറ്റർ ആണ്. X എന്ന് പറയുന്നത് XYZ 24ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് കൂട്ടാം. അപ്പോൾ 19 പ്ലസ് 9 പ്ലസ് 24. ഇനി എന്തുകൂടെ കൂട്ടണം? എന്തുകൂടെ കൂട്ടണം വെച്ചാൽ ഇതിനകത്ത് 3 ലെറ്റേഴ്സ് അല്ലേ ഉള്ളത്, 3 കൂടെ കൂട്ടണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ 20 30 39 48 3 51 എന്നുള്ള ഉത്തരം കിട്ടും. നമുക്ക് എത്ര കിട്ടും? 51. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 51. ഓക്കെ, 51 അല്ലയോ? ഓക്കെ, കൂട്ടിനകത്ത് ഇട്ട് നോക്കട്ടെ. 10 EFGHI അല്ലേ? ഓക്കെ, 7ാമത്തെ ലെറ്റർ ABCDEFGHI. ഇല്ല, നമുക്ക് 19 പ്ലസ് 9 പ്ലസ് 24. ഓക്കെ ആണല്ലോ. 20 30 39 48 48
4 ഓക്കെ 48 4 52 3 55 കേട്ടോ 52 3 55 സോറി 55 നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് വെച്ചാൽ 55 ആണ്. എ ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. കൂട്ടിനകത്ത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. 55 ആണ് കേട്ടോ. നമുക്കിവിടെ വരുന്നത് 55 ആണ് കേട്ടോ. ഞാൻ നേരത്തെ ഈ 51 ഈ 4 കൂട്ടിയില്ല 51 കൂട്ടി 4 കൂട്ടിയില്ല, അതിനകത്ത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ 55 ആണ്. ഓക്കെ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഒരു സംഖ്യാശ്രേണിയിൽ വിട്ടുപോയിട്ടുള്ള സംഖ്യ കണ്ടുപിടിക്കുക. അപ്പൊ സംഖ്യാശ്രേണി എന്നിട്ടുണ്ട്. സംഖ്യാശ്രേണിയോട് വിട്ടുപോയിട്ടുള്ള അങ്ങനത്തെ 2 8 18 അതേപോലെ തന്നെ 32 50 അതേപോലെ 72 ഓക്കെയാണ്. എല്ലായിടത്തും കണ്ടുപിടിക്കുക. ഇത് നമ്മളെ ഡിഫറൻസ് നോക്കിയേ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വെച്ചാൽ 6 ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 10 ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 14 ആണ്. 14 ഇവിടുത്തെ എത്രയാണ്? 16 ആണ്. ഓക്കെ ആണല്ലോ. 16 ഓക്കെ അല്ല സോറി 16 അല്ല 18 ആണ്. ഓക്കെ ആണല്ലോ. കാര്യം എന്താ 32 18 കൂടുമ്പോൾ 50 ഓക്കെ ആണല്ലോ. അടുത്ത എന്താ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 22 ആണ്. കാര്യം 50ഉം 22 കൂടുമ്പോഴാണ് 72. അപ്പൊ നിങ്ങൾ നോക്കിയേ ഇവിടെ എത്ര വെച്ചും കൂടി? ഇവിടെ 6ന്റെ കൂടെ 4 കൂടെ കൂടുമ്പോൾ 10, 10ന്റെ കൂടെ 4 14, 14ന്റെ കൂടെ 4 കൂടുമ്പോൾ 18, 18ന്റെ കൂടെ 4 കൂടെ കൂടുമ്പോൾ 22. 4 വീതം കൂടിയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത ഇവിടെ എത്ര കൂടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 + 4 = 26 ആയിരിക്കണം ഇവിടെ കൂടേണ്ടത്. ആ 26 ഇതിൻ്റെ കൂടെ കൂട്ടണം. ഇതിൻ്റെ കൂടെ 72ന്റെ കൂടെ. അപ്പൊ 72 + 26 72 26 കൂടുമ്പോൾ അത്രയിട്ട് 88 എന്നുള്ള ഉത്തരം കിട്ടും. മനസ്സിലായല്ലോ. സോറി 88 98 എന്നുള്ള ഉത്തരം കിട്ടും. നമുക്ക് 98 എന്നുള്ള ഉത്തരമായിരിക്കും കിട്ടുന്നത്. ഓക്കെ 98 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷനകത്ത് 98 ഇല്ല. അപ്പോൾ മുകളിൽ പറഞ്ഞതൊന്നും അല്ല. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നമുക്ക് 98 ഓപ്ഷനകത്ത് ഇല്ല. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഇവിടെ ഈ ചിഹ്നം തന്നേക്കണ്ട. ഇവിടെ കുറെ ചിഹ്നം തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് ഈ പറയുന്ന ഓപ്ഷൻസിനകത്ത് ഓരോന്ന് എടുത്തിടുമ്പോൾ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്ന ഏതാന്ന് നോക്കിയിടാം. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം. 72 എ ഓപ്ഷൻ എടുത്തിട്ട് 72 ഈ സ്റ്റാറിന്റെ അടുത്ത് ഈ സ്റ്റാറിന് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാ? ഡിവൈഡഡ് ബൈ കൊടുക്കാൻ പോവാ. 72 4 4 അടുത്ത സ്റ്റാറിന് വരെ നമ്മൾ എന്ത് കൊടുക്കാൻ പോവാ? ഈക്വൽ ടു. ഇവിടുത്തെ ഈക്വൽ ടു എടുത്തിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഓരോന്ന് എടുത്തിട്ട് കൊടുക്കും. ഓരോ സ്റ്റാറിന് വരെ അതിനകത്ത് ഓരോ ഓപ്ഷനകത്ത് നമ്പർ ഇട്ട് കൊടുക്കുക. ഓക്കെ 10 അടുത്ത ഈ സ്റ്റാറിന് പകരം ഞാൻ കൊടുക്കാൻ പോവാ? പ്ലസ് കൊടുക്കാൻ പോവാ. +4 അടുത്ത ഈ സ്റ്റാറിന് പകരം ഇതിനകത്ത് ഓപ്ഷനകത്ത് ഇൻറ്റു കൊടുക്കാൻ പറ്റും. ഇൻറ്റു കൊടുക്കാൻ പോവാ. *2 അപ്പുറം ഇപ്പുറം ചെയ്യാം. ഓക്കെ 74 2 വെച്ചിരിക്കുമ്പോൾ 74 4 വെച്ചിരിക്കുമ്പോൾ 18 കിട്ടും. 18 × 4 ആണ് 72. ഇപ്പുറത്ത് നോക്കാം. 10 + 4 × 2 കിട്ടി 8 കിട്ടി. 18 = 10 + 8 എത്ര? 18. അപ്പുറം ഇപ്പുറം ഈക്വലായി. രണ്ട് സൈഡും ഈക്വലായി. രണ്ട് സൈഡ് ഈക്വലായി പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മുടെ ആൻസർ എ ഓപ്ഷൻ തന്നെയാണ്. അപ്പം രണ്ട് സൈഡ് ഈക്വലായിട്ട് തന്നെ വരണം. അപ്പോൾ ഭാഗ്യം ഉണ്ടായിട്ട് എ ഓപ്ഷൻ തന്നെ കിട്ടി. അല്ല എങ്കിൽ നമ്മൾ ഈ 4 കിട്ടും. അപ്പൊ സാധാരണ PSC പൊതുവെ ഡി ഓപ്ഷൻസിനകത്താണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കാറുള്ള. ഡി ഓപ്ഷൻസിനകത്താണ്. ഓക്കെ പരമാവധി എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളെ ഒന്നുകിൽ എ അല്ലെങ്കിൽ ഡി ഒക്കെയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. മൊത്തം ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം നമ്മൾ എന്താണ് ബോർഡ് മാസ് ചെയ്തപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻസിനകത്ത് നിന്ന് എടുക്കുന്നു പറഞ്ഞുള്ള. ഓക്കെ ബോർഡ് മാസ് നമ്മൾ ടോപ്പിക് വൈസ് ചെയ്തതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഒറ്റേനെ കണ്ടെത്തുക. നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ 9 തന്നേക്കുന്നത് 9 27 പിന്നെ തന്നേക്കുന്നത് 81 പിന്നെ എത്ര 246 അടുത്തെന്ന് പറഞ്ഞത് 729 അടുത്തെന്ന് പറഞ്ഞാൽ 2187. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് 9. അതേപോലെ തന്നെ 3ന്റെ ക്യൂബ് എന്ന് പറയുന്നതാണ് 27. 3⁴ എന്ന് പറയുന്നതാണ് 81. ഓക്കെ ആണല്ലോ. 3⁵5 എന്ന് പറയുന്നത് 3⁵2 9 3⁵3 27 3⁵4 81. 3⁵5 എന്ന് പറഞ്ഞാൽ 243 ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇവിടെ 246 ആണ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 3⁵6 എന്ന് പറയുന്നത് 729 ആണ്.
3/7 എന്ന് പറയുന്നത് 2187 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ളത് നമ്മുടെ ഈ ആൻസർ ആണ്, സി ഓപ്ഷൻ ആണ്. 246 ആണ് യഥാർത്ഥത്തിൽ 243 നമുക്ക് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടുപേർ ഒരുമിച്ച് പോകുന്നു. അവയിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, നീ എൻ്റെ അച്ഛനാണെങ്കിലും ഞാൻ നിന്റെ മകനല്ല. രണ്ടുപേരും തമ്മിലുള്ള ബന്ധമാണ്. അച്ഛൻ അല്ലെങ്കിൽ ഇയാളെ നിങ്ങൾ എൻ്റെ അച്ഛനൊക്കെ തന്നെ, പക്ഷെ ഞാൻ നിങ്ങളുടെ മകനല്ല. മകനല്ലെങ്കിൽ അത് മകളായിക്കൂടായോ? മനസ്സിലായല്ലോ. മകനല്ലെന്നേ പറയുന്നുള്ളൂ, മകളല്ലെന്ന് പറയുന്നില്ല. എന്താണ്, നിങ്ങളുടെ കുട്ടിയെ അല്ല, നിങ്ങളുടെ സന്താനമേ അല്ലെന്ന് അവർ പറയുന്നില്ല. ഞാൻ മകനല്ലെന്ന് മാത്രമാണ് പറയുന്നത്. മകനല്ലെങ്കിൽ അത് മകളായിരിക്കും. ഓക്കെ ആണല്ലോ. അച്ഛനും മകളുമാണ് സി ഓപ്ഷൻ ആൻഡ് ആൻസർ. മകൾ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ. എ ബിയുടെ തെക്ക് പടിഞ്ഞാറ് 20 മീറ്റർ അകലെയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഡയറക്ഷൻ വരയ്ക്കാം. എപ്പോഴും ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുകളിൽ വരുന്നത് വടക്ക്, താഴെ തെക്ക്. ഇവിടെ വലതുവശത്ത് കിഴക്ക്, ഇടതുവശത്ത് പടിഞ്ഞാറാണ്. ഓക്കെ, നമുക്ക് എ ബിയുടെ തെക്ക് പടിഞ്ഞാറ് 20 മീറ്റർ. അപ്പൊ ഇത് ഇവിടെ ബി ഇവിടെ നിർത്താം. ഇതാണ് ബി. ഇത് തെക്ക്, ഇതാണ് തെക്ക്. ഇത് പടിഞ്ഞാറ്. തെക്കിനും പടിഞ്ഞാറിനും ഇടയ്ക്ക് തെക്ക് പടിഞ്ഞാറ്. ഓക്കെ, ഇവിടാണ് 20 മീറ്റർ അകലെയാണ് ആര് നിൽക്കുന്നത്? എ നിൽക്കുന്നത്. ഇനി എന്താണ് പറയുന്നത്? സി ബിയുടെ തെക്ക് കിഴക്ക്. സി എന്ന് പറയുന്ന ആള് ബിയുടെ തെക്ക് കിഴക്ക്. ഈ തെക്കിനും കിഴക്കിനും ഇടയ്ക്ക് ഇതാണ് തെക്ക് കിഴക്ക്. തെക്ക് കിഴക്ക് എത്ര മീറ്റർ അകലെ? അതും 20 മീറ്റർ അകലെയാണ് ആര് നിൽക്കുന്നത്? സി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് സൈഡിലേക്കുള്ള ഡയറക്ഷൻസ് ഇങ്ങനെ ദൂരങ്ങൾ തുല്യമാണെങ്കിൽ ഒരേ അകലത്തിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഇങ്ങോട്ടുള്ള ആംഗിളും ഇങ്ങോട്ടുള്ള. കാര്യം എന്താ? 45 ഡിഗ്രി ആംഗിളാണ് രണ്ടുപേരും ചരിയുന്നത്. കാര്യം എന്താ? ഇവിടുത്തെ മൊത്തം ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയുടെ പകുതിയാണ് 45 ഡിഗ്രി. കാര്യം എന്താ? ഒരു ഈസ്റ്റിനും ഒരു സൗത്തിനും ഇടയ്ക്ക് 90 ഡിഗ്രിയാണ്. പക്ഷെ ഒരു ഈസ്റ്റിനും സൗത്ത് ഈസ്റ്റിനും ഇടയ്ക്ക് എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ 45 ഡിഗ്രിയാണ് രണ്ടുപേരും തിരിയുമ്പോൾ ഇവർ തമ്മിലുള്ള അകലം, ഈ എയും സിയും തമ്മിലുള്ള ഈ അകലം, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എയും സി അകലമല്ല ചോദിച്ചിരിക്കുന്നത്, ഏത് ഡയറക്ഷനാണ് രണ്ടുപേർക്കും ഈ രണ്ട് ദൂരങ്ങൾ തുല്യമാണെങ്കിൽ രണ്ടുപേരും ഏകദേശം നേർക്ക് നേരായിരിക്കും നിൽക്കുക. കാര്യം എന്താ? മേളിലോട്ട് താഴോട്ടോ അല്ല, നേർക്ക് നേരെ ഇങ്ങനെയുള്ള ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസിലായിരിക്കും. അല്ലാതെ ഇങ്ങനെ രണ്ടുപേരും വരുമ്പോൾ ഇവിടെ ഒരാൾ ഇങ്ങനെ അല്ല നിൽക്കുന്നത്, ഈ ഒരു അകലത്തിലായിരിക്കും അവർ നിൽക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് എങ്കിൽ, സി എയുടെ ഏത് ദിശയിലാണ്? സി എന്ന് പറയുന്ന എയുടെ ഏത് ദിശ? ഇപ്പൊ എയെ സംബന്ധിച്ചിടത്തോളം എയുടെ വടക്കെന്ന് പറയുന്നത് ഇതാണ്, എയുടെ തെക്കെന്ന് പറയുന്ന ഇതാണ്, എയുടെ പടിഞ്ഞാറെന്ന് പറയുന്ന ഇതാണ്. ഓക്കെ ആണല്ലോ. എയുടെ പടിഞ്ഞാറ് ഇതാണ്, എയുടെ കിഴക്ക് ഇതാണ്. മനസ്സിലായല്ലോ. അപ്പൊ എയുടെ കിഴക്കാണ് ആര് നിൽക്കുന്നത്? എയുടെ കിഴക്കാണ് സി നിൽക്കുന്നത്. നമുക്ക് എ ഓപ്ഷൻ എഴുതാം, കിഴക്ക് എന്നുള്ള ആൻസറിലേക്ക് എത്താം. സെറ്റ് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയേ, 13ന്റെ സ്ക്വയർ, 13ന്റെ സ്ക്വയറെ മൈനസ് 11ന്റെ സ്ക്വയറെ. ചെറിയ നമ്പറുകളുടെ സ്ക്വയർ എടുക്കുക. 13ന്റെ സ്ക്വയർ 169. ഓക്കെ, 11ന്റെ സ്ക്വയർ 121. കുറയ്ക്കാം. 9ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. അതേപോലെ 6ൽ നിന്ന് 2 കുറച്ചാൽ 4 കിട്ടും, 48. അതാണ് ദായി തന്നിരിക്കുന്നത് 48. ചെറിയ നമ്പറുകളുടെ സ്ക്വയർ ആണ്. സ്ക്വയറുടെ അപ്പൊ അടുത്തത് എത്ര? 12ന്റെ സ്ക്വയർ. ചെറിയ നമ്പർ 12 ആണ്. അടുത്ത നമ്പർ 9 ആണ്. 12 9. 12ന്റെ സ്ക്വയർ എത്ര? 144. ഓക്കെ ആണല്ലോ. 9ന്റെ സ്ക്വയർ എത്ര? 81. 144ൽ 81 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 63 എന്ന് കിട്ടും. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയേ, 4ൽ നിന്ന് 1 കുറച്ചാൽ 3 കിട്ടും. ബാക്കി 14ൽ നിന്ന് 8 കുറച്ചാൽ 6 കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചെറിയ നമ്പർ എത്ര? 25. 25ന്റെ സ്ക്വയറെ മൈനസ് 21ന്റെ സ്ക്വയറെ. 25ന്റെ സ്ക്വയർ എത്ര? 625 മൈനസ് 21 സ്ക്വയർ എത്ര? 441 ആണല്ലോ. കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 കിട്ടുന്നത്. ഇവിടെ കുറയ്ക്കുമ്പോൾ 5ൽ നിന്ന് 1 കുറച്ചാൽ 4 കിട്ടും. ബാക്കി 2 ആണ്. 12ൽ നിന്ന് 4 കുറച്ചാൽ 8 കിട്ടും. ഓക്കെ, സോറി, കറക്റ്റാ. 12ൽ നിന്ന് പിന്നെ ഉള്ളത് 6 ആണ്. 6ൽ നിന്ന് 4 കുറച്ചാൽ 2 കിട്ടി, 284 എന്ന് കിട്ടും. നോക്കട്ടെ. ഓക്കെ, സോറി, 184. ഓക്കെ ആണല്ലോ. ഇവിടെ 1 കൊടുക്കുമല്ലോ. അപ്പോൾ 2ൽ നിന്ന് പോകത്തില്ല. 12ൽ നിന്നല്ലേ 1 പോകുന്നത്. 12ൽ നിന്ന് 8. ഓക്കെ, 184 എന്ന് കിട്ടും. 184. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 184 ആണ് കേട്ടല്ലോ. ഓക്കെ, എ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
2026 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം 2026 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കുന്ന വർഷത്തെ നിങ്ങൾ 4 വെച്ചിരിക്കുക. 4 വെച്ചിരിക്കുക. ഏത് വർഷമാണ് കണ്ടുപിടിക്കുന്നത് 4 വെച്ചിരിക്കുക. അപ്പോൾ ഒരു സംഖ്യ 4 വെച്ചിരിക്കുമ്പോൾ ശിഷ്ടം എന്താ വരും 1 വരാം. ശിഷ്ടം 1 വന്നാൽ ആ കലണ്ടർ നമുക്ക് 6 വർഷം കൂടുമ്പോൾ ഉപയോഗിക്കാം. ശിഷ്ടം 2 വരാം, അല്ലെങ്കിൽ ശിഷ്ടം 3 വരാം. ശിഷ്ടം 2ഓ 3ഓ വന്ന ആ കലണ്ടർ എത്ര 11 വർഷം കൂടുമ്പോൾ ഉപയോഗിക്കാം. ഇനി ശിഷ്ടം 0 വരാം. ശിഷ്ടം 0 വന്ന ആ കലണ്ടർ 28 വർഷം കൂടുമ്പോൾ ഉപയോഗിക്കാം. ഈ 0-നകത്ത് വേറെ കേസുണ്ട്, ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അത് നമ്മൾ കലണ്ടർ എടുത്തപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ടോപ്പിക്ക് ബേസ് എടുത്തിട്ട് ആപ്പിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ 0 അല്ലാതെ മറ്റൊരു SSCയുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. PSC ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ്പിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഇപ്പോൾ അതങ്ങനെ എക്സെപ്ഷണൽ കേസ് ഇവിടെ വരുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. 28 അല്ലാതെ വരുന്ന നമ്പർ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമുക്ക് ഈ പറയുന്ന എത്ര 2026 മൊത്തത്തിൽ ഹരിക്കേണ്ട അവസാനത്തെ 2 നമ്പറിനെ മാത്രം ഹരിച്ചാൽ മതി. കാരണം 4 വെച്ചാണ് നമ്മൾ ഒരു നമ്പറിനെ ഹരിക്കണം. ഒരു നമ്പറിനെ 4 വെച്ച് ഹരിക്കണമെന്ന് അറിയാൻ അവസാനത്തെ 2 അക്കങ്ങൾ 00 അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന് വരുന്ന 00 2 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ 4 വെച്ച് ഹരിച്ചു നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ എത്ര 26 അല്ലേ? 26 മാത്രം നിങ്ങൾ 4 വെച്ച് ഹരിച്ചാൽ മതി ശിഷ്ടം കിട്ടാൻ. ഓക്കെ ആണല്ലോ. 6 4 24 ശിഷ്ടം 2 വന്നു. ശിഷ്ടം 2 വന്നു. ശിഷ്ടം 2 വന്നാൽ ആ കലണ്ടർ 11 വർഷം കൂടുമ്പോൾ ഉപയോഗിക്കാം. അപ്പൊ എത്രയാണ് 2026 കൂടെ 11 കൂടെ കൂട്ടുക. 2026 കൂടെ 11 കൂടുമ്പോൾ 2037 ആണ് ആൻസർ വരുന്നത് കേട്ടോ. 2037. 2037 നമുക്ക് ആ കലണ്ടർ വീണ്ടും ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? നമ്മുടെ ആൻസർ 2037 ആണ്. സെറ്റ് ആണല്ലോ? ഓക്കെ, നമുക്ക് C ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 61 × 14 × 127/18 ഗുണനഫലത്തിന്റെ ഏകസ്ഥാനത്തിന്റെ അക്കം കണ്ടെത്തുക. എന്നുവെച്ചാൽ യൂണിറ്റ് ഡിജിറ്റ് ആണ് ചോദിച്ചത്. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കണം, ഇവിടെ 1ന്റെ യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ 61ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് 1 ആണ്. ഇൻറ്റു 14ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് എത്ര വരുന്നത് 4 ആണ്. ഓക്കെ ആണല്ലോ. ഇൻറ്റു ഇനി അടുത്തതാണ് നമ്മളൊരു പ്രശ്നം. 127. ഈ 127ന് ഒറ്റയുടെ സ്ഥാനത്ത് എത്ര വരും എന്ന് ചോദിക്കും. 127/18. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന 0 1 2 0 1 5 6 2 5 ആണ്. 0 1 5 6 5 6 ഇവ ഏതെങ്കിലും ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത്. 0 വന്നാൽ ഏതെങ്കിലും നമ്പറിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 0 വരികയോ 1 വരികയോ 5 വരികയോ 6 വരികയോ ചെയ്താൽ അത് തന്നെ ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത്. അവിടെ ഇവിടെ 1 1 തന്നെ വരും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 9. ഈ 4 9ന് 2 സാധ്യതകളുണ്ട്. 2 സാധ്യതകൾ. 4 9ന് 2 സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4ന്റെ പവർ ഒറ്റ സംഖ്യ ആണെങ്കിൽ 4 ആയിരിക്കും. ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ 6 ആയിരിക്കും. എന്താണ് 4/1 എന്ന് പറഞ്ഞാൽ 4 4/2 എത്ര 16 ഉണ്ടാവും. ഒറ്റ സംഖ്യ ആകുമ്പോൾ 4ഉം ഇരട്ട സംഖ്യ വന്നാൽ 6ഉം. ഇനി 9നും അതേപോലെ ഉണ്ട്. 9ന്റെ ഒറ്റ സംഖ്യയാണ് വരുന്നെങ്കിൽ 9ഉം ഇരട്ട സംഖ്യ ആണെങ്കിൽ 9 1 ആയിരിക്കും. 9/1 എന്ന് വെച്ചാൽ 9 9/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 81. ഈ 2 സാധ്യതകളായിരിക്കും ഉള്ളത്. അപ്പോൾ ഏതൊക്കെ നമ്പറായി? 0 ആയി, 1 ആയി, 5 ആയി, 6 ആയി, 4 ആയി, 9. 1 2 3 4 5 6 6 സംഖ്യകൾ വന്നു. ഇനി എത്ര സംഖ്യകളുണ്ട്? നമുക്ക് ഇതിനകത്ത് എടുക്കാത്ത സംഖ്യകൾ 2 ഉണ്ട്, 3 ഉണ്ട്, അതേപോലെ തന്നെ എത്രയാണ് 7 ഉണ്ട്, 8 ഉണ്ട്. ഓക്കെ ആണല്ലോ 8. അപ്പോൾ മൊത്തത്തിൽ 10 നമ്പർ. 0 തൊട്ട് 9 വരെ 10 നമ്പർ അല്ലേ ഉള്ളത്. ഈ 10 എണ്ണത്തിനകത്ത് ഈ 4 എണ്ണത്തിനകത്ത് ഉള്ളൊരു കുഴപ്പം എന്ന് പറയുന്നത് ഇതിനെന്ന് വെച്ചാൽ 4 സാധ്യതകളാണ്. ബാക്കിയെല്ലാത്തിനും ഇതിനൊക്കെ ഒരു സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഈ 0 1 5 6ന് ഒരു സാധ്യതയുള്ളൂ. 4 9ന് 2 സാധ്യതകളാണുള്ളത്. പക്ഷേ 2 3 7 8 ഇവയ്ക്ക് എത്ര സാധ്യതകളുണ്ടെന്ന് വെച്ചാൽ 4 സാധ്യതകളാണുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ നമ്പർ ഏതെങ്കിലും 2 4 2 3 7 8 ഇവയിൽ ഏതെങ്കിലുമാണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യം. നമുക്ക് എന്താ ഈ 7നെ നിങ്ങൾ എത്ര വെച്ചിരിക്കണം? 4 വെച്ചിരിക്കണം. 7ന് 4 സാധ്യതകളില്ല. 4 സാധ്യതയുണ്ട്, 4 വെച്ചിരിച്ചു. ഓക്കെ അല്ല 7 അല്ല 18ന്
7 അല്ല 18ന് 4 ഉച്ചരിക്കണം. 18ന് കാര്യം ഈ പവർ എത്രയാണോ പറയുന്നത് അതിനെ 4 ഉച്ചരിക്കണം. 4 ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, 4 ഉച്ചരിക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 16 ശിഷ്ടം 2 വരും. ശിഷ്ടം 2 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 7ന് പവറായിട്ട് ആ 2 അങ്ങിട്ട് കൊടുക്കണം. 7 ശിഷ്ടം 2 ഇല്ലയോ? ആ 2 ഈ ഒറ്റയുടെ സ്ഥാനത്ത് ആ 7ന് പവറായിട്ട് 2 അങ്ങിട്ട് കൊടുക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എഴുതാം 1 × 4 × 7ന്റെ സ്ക്വയർ എത്ര? 49 എന്ന് എഴുതും. ഇവിടെ ഇനി ഒറ്റയുടെ സ്ഥാനത്ത് എത്ര വന്നു? ഇവിടെ 1 ആണ്, ഇവിടെ എത്ര? 4 ആണ്. ഓക്കെ, അതിൽ ഇവിടെ എത്ര ആണ്? 9. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ നോക്കിയേ, 9 × 4 36. ഈ 36ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് എത്ര വന്നത്? 6 അല്ലയോ? നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? 6 കിട്ടി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഈ നമ്മൾ പറഞ്ഞ 10 20 മാത്സ് ആൻഡ് മെന്റലിറ്റി ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്നാൽ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ, നമ്മുടെ ക്ലാസ് ആപ്പിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്, അതേപോലെ യൂട്യൂബിലൊക്കെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ചിലത് മാത്രമാണ് കുറച്ച് കൺഫ്യൂസിങ്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഐഡിയ കയറി ചിലപ്പോൾ വരുന്നില്ല എങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇതൊന്ന് പരീക്ഷ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പാസ്സാകുക എന്നുള്ള മാത്രമാണ്, അല്ലാതെ നമുക്ക് റാങ്ക് ഒന്നും നിർണ്ണയിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതാണ്? ഡിഗ്രി മെയിൻസിന് വേണ്ടിയുള്ളത്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പഠിച്ച് ഇപ്പം തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഇനി കുറച്ച് സമയം മാത്രമേ മെയിൻ എക്സാമിന് കാണത്തുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ വരാനിരിക്കുന്ന എക്സാമിൽ ആദ്യ റാങ്കിൽ തന്നെ കിട്ടട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.